ഈ നോട്ടുകൾ അസാധുവാക്കിയ നരേന്ദ്രമോദിക്കും BJPക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ അസാധുവിൻ്റെ താഴെയുള്ള വോട്ടേ കിട്ടുകയുള്ളൂ എന്ന അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. യാതൊരു സംശയമുള്ള കാര്യമില്ല. എന്നിട്ട് അതിന് വക്കാലത്ത് പറയാൻ കുറേ ആളുകൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുക. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. 95 വയസ്സ് പ്രായമുള്ള നരേന്ദ്രമോദിയുടെ അമ്മയെപ്പോലും വെയിലത്ത് കൊണ്ട് ഇരുത്തുക എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? സത്യത്തിൽ വയോജന നിയമപ്രകാരം മോഡിയുടെ പേരിൽ കേസെടുക്കേണ്ടതാണ്. എന്നുവെച്ചാൽ അത്തരം പണിയല്ലേ ചെയ്തത്? അതും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വന്തം മാതാവിനെ പോലും, മാതാവിനോട് എന്താ പറഞ്ഞത്? ഗോ മാതാ, ഗോ മാതാ, ബാങ്കിന്റെ മുമ്പിലേക്ക് ഗോ ഗോ എന്ന് പറയേണ്ട ഒരവസ്ഥയിൽ ഈ നാടിനെ കൊണ്ടുവന്നെത്തിച്ച വ്യക്തിയല്ലേ നമ്മുടെ നരേന്ദ്രമോദി. കണ്ടാലൊക്കെ മിടുക്കനാ, നല്ല താടി, നല്ല വെളുത്ത് ചോന്ന്, അദ്ദേഹത്തിനിട്ടൊരു ചാപ്പയും കൂടെ കുത്തിയ വേറുതായിരിക്കും. അത് യാതൊരു സംശയമുള്ള കാര്യമില്ല. ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ്. കുമ്മനം ചേട്ടനൊക്കെ ഭയങ്കര ജീവൻ ടോൺ കഴിച്ചതുപോലെയാണ്, ഭയങ്കര വാശിയിലാണ്. എന്നും മുഖ്യമന്ത്രിയെ നേരിടാൻ വേണ്ടി രംഗത്തേക്ക് വരികയാണ്. വേറെ ഒന്നും പറയാനില്ല. ഒരു നല്ല കാര്യവും ഈ നാട്ടിൽ നടത്താൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ നാട് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അതിന് കുറെ കാരണങ്ങളും കള്ളപ്പണം, ഇന്നിപ്പോ പത്രങ്ങളിലൊക്കെ അവർ എഴുതിയിരിക്കുന്നത് കള്ളപ്പണത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇവിടെ മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയും ഒക്കെ തയ്യാറായി വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദുഷ്ടമൃഗത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ പുലിമുരുകൻ ഇറങ്ങി തിരിച്ചതുപോലെ കേരള ജനതയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച പുലിമുരുകനാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. സിനിമ കണ്ടവർക്കറിയാം പുലിമുരുകൻ ചെയ്തതെന്താണ് എന്നുള്ളത്. അതുപോലെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ, സഹകരണ മേഖലയെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് നല്ലൊരു ടീം ഇവിടെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. വിജയം കണ്ടേ നമ്മൾ പോരുള്ളൂ. വിജയെന്ന് പേരുള്ളവരൊക്കെ ഉണ്ടല്ലോ, വിജയിച്ചിട്ടേ പോരുള്ളൂ. ഞങ്ങൾ സംശയിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജയിക്കാനായി ജനിച്ചവർ ഞങ്ങൾ, തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതാണ് ആ മുദ്രാവാക്യവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് ആളുകള് കുറെ കുങ്കുമൊക്കെ നെറ്റിയിലോട്ട് വാരി പൂശിയിട്ട് ചാനലിന്റെ അകത്തോട്ട് കയറിയ ഒറ്റ ഇരിപ്പാണ്. എന്നിട്ട് കുസ്തി പിടിക്കുകയാണ്. സഹകരണ മേഖല നിലനിൽക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അതിനെതിരായിട്ട് എന്തെല്ലാമാണോ പറയാൻ പറ്റുന്നത്. കുമ്മനം ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ചേട്ടനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല.